ഡിയർ ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മത്തങ്ങ എരിശ്ശേരി. ഇതിനായിട്ട് ഞാൻ 1 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വൃത്തിയായി കഴുകി എല്ലാം വെച്ചിരിക്കുന്ന മത്തങ്ങയാണ്. അതുകൊണ്ട് നമുക്കിനി ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം. തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട, ഇത് ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കണം. ഇത് കുക്കറിലൊന്നും വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് വേകും. അതുകൊണ്ട് ഞാനൊരു സ്റ്റീൽ ഉരുളിയിലേക്കാണ് വെക്കുന്നത്. ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് എടുക്കണം. ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ മതിയാവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, എരിവിനനുസരിച്ച്. 2ആയിട്ട് മുറിച്ച് നമുക്ക് ഈ മത്തങ്ങയിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം പെട്ടെന്ന് വേവും ഇത്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. 2 ഉള്ളി, കുറച്ച് ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി. ജീരകം കൂടി പോകരുത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെയൊന്നും അരയണ്ട, ഒരു ഇച്ചിരി തരിയോടുകൂടി അരച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കണ്ടില്ലേ, തിളച്ചിച്ചിരി കഴിയുമ്പോൾ തന്നെ ഇത് വേവും. നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണിത്. ഈ മത്തങ്ങ എരിശ്ശേരി പല രീതിയിലുണ്ടാക്കാം. പയറിട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ പരിപ്പ് ചേർത്ത് വെക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കി ചോറിന് കൂട്ടാം. ഇതുണ്ടല്ലേ, നമ്മൾ ഇളക്കുമ്പം തന്നെ മത്തങ്ങ എല്ലാം ഒന്ന് ഉടയും. പ്രത്യേകിച്ച് അത് ഉടയ്ക്കൊന്നും വേണ്ട. നല്ല നൂറുള്ള മത്തങ്ങയാണ്, നല്ല ടേസ്റ്റായിരിക്കും. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കും. ഒരുപാട് വെള്ളം വേണ്ട ഇത് ശരിയാകുമ്പോഴത്തേന്. ഇതുപോലെ ഇരുന്നാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. തിളയൊന്ന് കുറേശ്ശെ വന്നിട്ടുണ്ട്, അത്രയും മതി. ചെറുതായിട്ട് തിള ഇങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് വാങ്ങി വെക്കാം. നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് വറുക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി അതുകൂടി ഇടുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. കുറച്ച് ഉണക്കമുളക് കൂടെ ചേർക്കാം. ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിടാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ കറിയിലേക്ക് കടുക് വറുത്തൊക്കെ അവിടെ ഒഴിക്കാം. ഇളക്കി യോജിപ്പിച്ചാൽ നല്ലൊരു കറിയാണ്. ചോറിന് കൂട്ടാൻ നല്ല കറി തന്നെയാണിത്.